ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? ഞാനാണെങ്കിൽ നമ്മുടെ റോസ് ആൻഡ് ഗോൾഡ് റെസിപ്പിയുടെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടേ 4K+ വ്യൂ പോയതിൻ്റെ ഞെട്ടൽ എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. 400 വ്യൂ എങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി ഞാനത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ട് ഇന്നൊരു കുക്കിംഗ് വീഡിയോ എടുത്താലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡായിട്ടുള്ള ബിരിയാണിയാണ് ഗൈസ്. വർഷത്തിൽ 365 ദിവസവും 3 നേരം വെച്ച് ബിരിയാണി കിട്ടിയാൽ ഞാനത് കഴിക്കും ഗൈസ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ബിരിയാണി. സത്യത്തിൽ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചിട്ട് ഏകദേശം 6-7 മാസമായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചത്. കുറച്ച് നാളായിട്ട് മീറ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങി ഞാൻ കുക്ക് ചെയ്യാറില്ലായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് വരുമ്പോൾ ഞാൻ വാങ്ങി കഴിക്കും ഗൈസ്. അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ എന്തെങ്കിലുമൊക്കെ ഗെറ്റ് ടുഗദറൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ഞാൻ കഴിക്കുമായിരുന്നു, അല്ലാതെ ഞാൻ തന്നെ ഉണ്ടാക്കലില്ലായിരുന്നു. ആരും പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടുതൽ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ എടുത്തൊരു ചെറിയൊരു റെസൊല്യൂഷൻ പോലെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ കുറേ നാളായല്ലോ, എന്നാൽ പിന്നെ ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. പിന്നെ പാത്രം ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് നെയ്യും കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ബിരിയാണി സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉള്ളി വാടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായി വാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ആദ്യം ഇട്ട് കൊടുത്ത എല്ലാ പൊടികളും ചെറിയ അളവിൽ ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് നമുക്കൊരു 15 മിനിറ്റ്സ് ചിക്കൻ വേവിക്കാൻ വെക്കാം. ചിക്കൻ ഒരു ഹാഫ് കുക്കായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. റൈസും കൂടെ കുക്കായിട്ട് വന്നാൽ നമ്മുടെ ഈസി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി. റെസിപ്പി ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.